അപ്പൊ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞാല് ആ, അത് തുടങ്ങിന്ന് പറഞ്ഞ് അപ്പം ഗായ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്നത്തെ ഞങ്ങളെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഞാന് ഇതിന്റെ നമ്മള് മുന്നേ ചെയ്ത വീഡിയോ പറഞ്ഞാല് ഇന്റെ ഇഷ്ടങ്ങള് എത്രത്തോളം കുഞ്ഞാൾക്ക് അറിയാൻ നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ അറിയുള്ളൂ. നിങ്ങളോടാ ചോദിച്ചിന് പുള്ളിക്കറിയാനി എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്താ ഇനി നമ്മളതിന്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ എന്നോട് ചോദിക്കാം. അപ്പൊ നമുക്ക് എത്രത്തോളം അറിയാൻ നോക്കട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. നിങ്ങൾ ചോദിക്കും, നീ നോക്കണ്ട, ഞാൻ നോക്കിട്ട് ഇപ്പൊ എന്താ. അപ്പൊ ആദ്യത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? മുരിങ്ങ. മുരിങ്ങല്ലേ? മുരിങ്ങന്റെ ആളാട്ടോ. പച്ചക്കറിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതിൽ കൂടുതൽ ഇഷ്ടം പിന്നെ എന്താ ചിക്കൻ ഇഷ്ടമല്ല, കഴിക്കും, താല്പര്യമല്ല. ബീഫ് കഴിക്കും, പക്ഷെ ബീഫ് ഒക്കെ ഇഷ്ടമല്ല. ബീഫ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുപ്പൊന്നല്ല കേട്ടോ. പക്ഷെ ഞാന് ചിക്കനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അടുത്ത് ക്വസ്റ്റ്യനാട്ടോ, കുറച്ച് കഴിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത ടൈപ്പ് ആളുകൾ ആര്? ഏത് ടൈപ്പ് ആളുകളാണ് ഇഷ്ടമല്ലാത്തത്? അങ്ങനെ എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ടൈപ്പ് ആളുകൾ എനിക്കറിയില്ല കേട്ടോ. ഒരു ഐഡിയ ഇല്ല. ഞാൻ പറയണോ? പുള്ളി ആണെന്ന് പറയണ്ടേ. അപ്പൊ എനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ, അതായത് പരദൂഷണം പറയുന്ന ആളുകൾ. ഇവിടെ കണ്ടത് അവിടെ പറയാം, അവിടെ കണ്ടത് ഇവിടെ പറയാം. നമ്മൾ ആരോട് എന്നോട് അല്ല, ആരോട് വ്യക്തികളോട് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അയാളോട് പറയാം, വേറൊരാൾ പറയാതെ. പക്ഷെ അങ്ങനെ പറയുന്ന ആൾക്കാർ എനിക്ക് ഇഷ്ടമല്ല, സത്യം. പരദൂഷണം പറയുന്ന ആൾക്കാരാട്ടോ കുഞ്ഞാക്ക് ഇഷ്ടമല്ലാത്ത. എന്റെ ഇപ്പോഴത്തെ പ്രൊഫൈൽ പിക് വാട്സപ്പ് എന്താണ്? അത് എന്റെ ഫോട്ടോ. ഞാനും മോനും എന്താ മോളുള്ള ഫോട്ടോ അല്ലേ? ഞങ്ങള് റിസോർട്ട് പോയപ്പോഴത്തെ. നിങ്ങൾ നോക്കണ്ടോ, ആട് നോക്കിയാൽ. എനിക്ക് കൂടുതൽ ഇഷ്ടം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ ആണോ, പ്ലാനിങ് ചെയ്ത് ചെയ്യാൻ ആണോ? പ്ലാൻ ചെയ്ത് ചെയ്യാന്. വേഗം ഞാനാണ് എടുത്തു ചാടിയൊക്കെ ചെയ്യല്. കാരണം എനിക്ക് ഏത് കാര്യമായാലും പിന്നെ എനിക്ക് വേഗം അങ്ങനല്ല. നമ്മള് ഏതാണോ അതിന്റെ നമ്മള് ഫസ്റ്റ് വേഗം നടക്കാൻ വേണ്ടിട്ട് ഏതാണോ അതിനുള്ള ഓപ്ഷനെ ഞാൻ തരുള്ളൂ. പക്ഷെ കുഞ്ഞാ അങ്ങനല്ല, പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്യും. പൈസ സമയം നീണ്ടിക്കല്ലോ. അല്ല, അത് പൈസന്റെ അങ്ങനത്തെ പ്ലാനിങ് അല്ലാത്ത കാര്യമാണെങ്കിലും കുറെ ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഞാൻ പിന്നെ വേഗം എടുത്തു ചാടി ചെയ്യട്ടോ. അങ്ങനെ കുറെ അബദ്ധത്തിൽ വിടലുണ്ട്. ബുദ്ധി ഇല്ലാത്ത പ്രശ്നമില്ല, ഒരു എടുത്തുചാട്ടാണ്. റെഡിയല്ലേ? സെറ്റാണ്. അടുത്തത് നീ ഇങ്ങോട്ട് നോക്കണ്ട, നീ അങ്ങോട്ട് നോക്കിക്കോ. എക്സാം ഒന്നുമല്ലല്ലോ. നേരത്തെ ചോദിച്ചതിന്റെ മറുവശം എന്താണ്? എനിക്ക് ഫാസ്റ്റ് ഫുഡ് ആണോ ഹെൽത്തി ഫുഡ് ആണോ ഇഷ്ടം? ഹെൽത്തി ഫുഡ്. അല്ലാതെ പറഞ്ഞാ ഒരു തല്ല നമ്മള്. അല്ല, അത് എനിക്കാണ് ഫാസ്റ്റ് ഫുഡിനോട് കൂടുതൽ താല്പര്യം കേട്ടോ. ഞാനാണ് കൂടുതലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ പറയല്. ഞാൻ പിന്നെ അതിന് സപ്പോർട്ട്. അടുത്തത് സംഭവമാണ്. എനിക്കറിയോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എനിക്ക് നിൽച്ചിട്ടുണ്ടോ? ഞാൻ ബാത്റൂമിൽ വരെ പാടേണ്ടി. എനിക്കറിയോ? എനിക്കറിയില്ല പാട്ട്. ഞാൻ ബാത്റൂം ഈ കേട്ടില്ല. എനിക്കറിയില്ല, ഏതാ അറിയില്ല. വെള്ളാമ്പൽ പൂന്നുള്ളാൻ പണ്ടൊരു ഞങ്ങൾ ബാത്റൂമിൽ പാടുന്ന കേട്ടിട്ടല്ലോ. എല്ലാ പാട്ടും ആ പാട്ട് പാടല്ലോ കേട്ടോ. ഇപ്പൊ നമ്മളേതാണ് അവിടെ നിന്നൊക്കെ ജസ്റ്റ് പാടുന്നത്, അത് പോയി പാടും. അല്ലാണ്ട് ബാത്റൂമിൽ പാടുക നല്ല കേൾക്കേണ്ടി. ബാത്റൂമിന്റെ അടുത്ത് വന്നിക്കണമെന്നില്ല, അടുക്കള നിന്നാ മതി, അപ്പൊ ആ പാട്ട് കേൾക്കാം.
ആയിക്കോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പാടി, ഓള് പറഞ്ഞ എനിക്കറിയാം. അടുത്തത്, എന്റെ ഫേവറേറ്റ് നടൻ ആര്? മമ്മൂട്ടി. മമ്മൂക്ക. മമ്മൂക്കന്നെ നമ്മളെ സ്വന്തമാണ്. അത് ആരോട് വെച്ചാലും അറിയാം, ചെറുപ്പം മുതൽ എന്റെ കമ്പനിക്കാരോട് വെച്ചാൽ അറിയാം എന്റെ ഫേവറേറ്റ് നടൻ മമ്മൂക്ക. ഞാൻ സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ മമ്മൂക്ക സിനിമയാണ്. സിനിമ ബാക്കിയുള്ളത് കാണില്ല എന്നല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ മമ്മൂട്ടി. അല്ല, മമ്മൂട്ടിന്റെ ആണ്. ഇപ്പോഴാണ് കുറച്ചൊന്ന് സ്റ്റാറ്റസ് അങ്ങനെ കിട്ടാണ്ടായത് കേട്ടോ. പിന്നെ മമ്മൂട്ടിന്റെ ആളാണ്, മമ്മൂക്കന്റെ ആളാണ്, മമ്മൂക്ക ഫാനാണ്. എന്റെ മൊബൈൽ പാസ്വേഡ് എന്തേ? 1987. എന്റെ അടുത്തവർത്തല്ലേ അയച്ചെന്നല്ലാക്കിയും എനിക്ക് വലിയൊരു കാര്യമല്ലേ. അത് ഞാനാട്ടോ സെറ്റ് ചെയ്തെടുത്ത്. കാരണം നമ്മള് വേറെ ഏത് നമ്പർ വെച്ചാലും നമ്മൾ എന്തായാലും മറന്നു പോകും. അപ്പൊ നമ്മളെ ഡേറ്റ് ഓഫ് ഇയർ ഇട്ടാ മതി. അത് പിന്നെ എന്തായാലും മാറൂലല്ലോ. വയസ്സൊക്കെ മാറും, പക്ഷെ അടുത്തൊരു ബോധല് ചോദ്യാട്ടോ. കുട്ടിക്കാലം എനിക്ക് എന്താവാനായിരുന്നു ആഗ്രഹം? അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായില്ലേ? ഭയങ്കര ആഗ്രഹങ്ങളാണ്. ആഗ്രഹത്തിലൊന്നും എവിടെ എത്തില്ലേ. പോലീസാണോ? അല്ല, അങ്ങനെ എന്തോ ടെസ്റ്റിന്റെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തോ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു പോലീസാണ്. കാരണം മമ്മൂട്ടിനെ കണ്ടാണ് പോലീസാവാൻ തന്നെ എനിക്ക് ഇഷ്ടമാണ്. മമ്മൂട്ടി 70% മമ്മൂട്ടി പോലീസായി കണ്ടാണ്. എന്താ അറിയോ, ഞാന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയത്. എന്നോന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാട്ടോ. അപ്പൊ കറക്റ്റായി. അടുത്ത വേഗം ചോദിക്കും, ലാഗ് അടിച്ചു. അടുത്തത് വേറൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് എപ്പോഴും ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ് ഏത് ടൈപ്പ് ഡ്രസ്സാണ് എനിക്ക് ഇടാൻ താല്പര്യം? പറയൂ പറയൂ പറയൂ. ഓറാക്കില്ലേ? തുണിയോ ഷർട്ടോ അല്ലെങ്കിൽ ടീഷർട്ടോ. തുണിയാണ് മെയിൻ. ഞാനാണ് തുണി അധികം ഉടുക്കണ്ട. അല്ല, തുണി അങ്ങനെയല്ല, പാന്റിനോടാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഞാന് തുണി വാങ്ങുകയാണെങ്കിൽ വേണ്ടെന്ന് പറയുന്നു. അതിന്റെ ഇടയിൽ ചെറുതായിട്ട് മൈക്ക് ഓഫ് ആയിട്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് വാട്സപ്പിൽ കോള് ചെയ്യുന്ന ഒരാവശ്യം പറഞ്ഞാൽ ഒരാളെ കോള് ചെയ്യുന്നതാണോ, അതോ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നതാണോ, അതോ പിന്നെ വാട്സപ്പ് വോയിസ് അയക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? വോയിസ് അയക്കുക. യെസ്, ഞാൻ എല്ലാവർക്കും ഒരു 60% വോയിസ് അയക്കല്. ഒരു ഓൺലൈനിൽ കണ്ടാലോ എന്തിലേക്ക് വോയിസ് അയക്കും. ഞാൻ പറഞ്ഞത്, നമ്മള് ചിലപ്പോ ഒരു കാര്യം, ഇപ്പൊ ഒരു ഡോക്ടറോട് തന്നെ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോ അർജന്റായിട്ട് ഒന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ ചെയ്യാന്ന് ചോദിച്ചു വാട്സപ്പിൽ വോയിസ് അയച്ചിട്ട്. അപ്പൊ വാട്സപ്പിൽ വോയിസ് അയക്കാന്ന് പറഞ്ഞാല് നമുക്ക് കോള് ചെയ്യണതും വാട്സപ്പിൽ വോയിസ് അയക്കണം. വാട്സപ്പിൽ ചിലപ്പോ എപ്പോഴും നോക്കിയോളന്നില്ല. ഏത് കാര്യമാണെങ്കിലും വാട്സപ്പിൽ വേഗം മെസ്സേജ്. അപ്പൊ എല്ലാവർക്കും കഴിയൂലേ? പക്ഷെ കോള് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ചോദിക്ക്. ഈ ഒരു സംഭവം ചോദിക്കാൻ പോണേ. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ആരോട്? എന്നോട്. പിന്നെ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമാണ്. എനിക്കറിയില്ല ആരോടാണ്. അതിന്റെ മോനോട് ചോദിച്ചാൽ മോൻ പറയും അള്ളാഹുവിനോട്. ഇത് സത്യം. മോനോട് എപ്പോഴും ചോദിച്ചാൽ ആരുടെ ഇഷ്ടം ഇത് ചോദിച്ചാൽ അള്ളാഹു. ഞാൻ പറയുന്നത് അള്ളാഹുവിനോട് തന്നെ നമുക്ക് ഇഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോട് ഈ ലോകത്ത്? എനിക്കറിയില്ല ആരോടാണ്. എല്ലാരും ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ഒരു ഇഷ്ടം ഉണ്ടാവല്ലോ. ആരാ? എനിക്ക് എന്റെ ഉമ്മനെയും ബാപ്പനെയും പിന്നെ അങ്ങനല്ല, ഒരാളെ പറയാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനല്ല, ഒരാളെനിക്ക് പറയാൻ പറ്റില്ല. ഒരാളെ ഞാൻ തോറ്റു പഠിക്കുകയും അന്ന് പറയാൻ പറ്റില്ല. ഉമ്മനെയും ബാപ്പനെയും എനിക്ക് കൂടുതൽ ഇഷ്ടം ഉമ്മനെയും ബാപ്പനെയും സത്യം. അത് ഞാൻ പക്ഷെ മക്കൾ ഇഷ്ടമല്ലായിട്ടില്ല, അന്നെ ഇഷ്ടമല്ലായിട്ടില്ല. പക്ഷെ ഒരാളെ പറയാൻ ഉമ്മനെയും വാപ്പനെയും കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ഒന്നുകിൽ ഉമ്മ അല്ലെങ്കിൽ വാപ്പനെ. അപ്പൊ ചോദ്യം റൗണ്ട് ആയിട്ടോ. ചോറ് വേണ്ട, അല്ല ചോറല്ല, ചോദ്യം വേണ്ട. നിങ്ങളല്ലേ എന്താ അതിപ്പോ എന്നോട് ചോദിച്ചു ഇന്നെ മുട്ടിച്ച ചോദ്യല്ലേ? അതുപോലെ തന്നെ ആരെ നമുക്ക് ഒഴിവാക്കാം. തമാശ ചോദിച്ചതാ. എനിക്ക് ബിരിയാണിയാണോ മന്തിയാണോ കൂടുതൽ ഇഷ്ടം?
പച്ചക്കറിയാണ് കൂടുതൽ ഇഷ്ടം നമ്മൾ പറഞ്ഞു. ഷായിൽ ബിരിയാണി ഒന്നും ഞാൻ കഴിക്കാനില്ലല്ലോ. ബിരിയാണിയോ മന്തി ഇഷ്ടം? ബിരിയാണി. ബിരിയാണിയാണ് കേട്ടോ. മന്തിനോടില്ല. മന്തിന്റെ ആൾക്കാർ ഞങ്ങളാ. എനിക്കിപ്പോ മടുത്തുണ്ടോ മന്തി. എനിക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നതാണോ, ബസ്സിൽ യാത്ര ചെയ്യുന്നതാണോ, കാറിൽ യാത്ര ചെയ്യുന്നതാണോ ഇഷ്ടം? ബൈക്ക്. ബൈക്കിൽ യാത്ര ചെയ്യണത്. അങ്ങോട്ട് പോകണേ ബൈക്കിലാണ് പോകുന്നത്. അങ്ങനെ കാറില്ല. കാർ ഉണ്ടെങ്കിലും കാറിൽ എണ്ണ അടിക്കണ്ടേ, അത് നല്ല ചെലവല്ലേ. ബൈക്കിലാണ്. ബൈക്കിലാകുമ്പോ ചെലവ് കുറവാണ്. ബൈക്കിലാകുമ്പോൾ എണ്ണ കുറവാണ്. ബൈക്ക് യാത്ര സുഖമാണ്. കാറ്റുകൊണ്ട് നടക്കാനോ. ഹെൽമെറ്റ് ഇഷ്ടമില്ല. അപ്പൊ പോലീസുകാർ എന്താക്കും? 500 രൂപ ഫൈൻ ആയിരുന്നു. അപ്പൊ എന്താകുന്നു? കാറിലാ പോണല്ലോ. അടുത്ത ചോദ്യം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് കൂടുതൽ സമയം കുടുംബത്തിൽ ചെലവഴിക്കാനാണോ അതോ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കാനാണോ താല്പര്യം? അത് സുഹൃത്തുക്കളോടൊപ്പം ആണ്. അതെന്താ പറയാ, സുഹൃത്തുക്കളോടൊപ്പം പോരൂല നമ്മള്. എന്താ എനിക്ക് ആദ്യം ഉണ്ടായി സുഹൃത്തുക്കളാണ് വിചാരിച്ചിട്ട് ഒരു പരിധി ഉണ്ട്. അധികമായാലും അമൃതം വിഷം എന്ന് പറയുന്നത്. അതാണ് സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ ചങ്ക് പറിച്ചു തരും. ചങ്ക് പറിച്ചു തരും. ആയിക്കോട്ടെ. പിന്നെ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് പോരൂല കേട്ടോ. ഫുള്ള് 24 മണിക്കൂറിന്റെ ഫുള്ള് ഓലെ കൂടെ തന്നെ. പിന്നെ വീട്ടില് അങ്ങനെ രാത്രി വരുമ്പോ മാത്രം, പിന്നെ രാവിലെ എണീറ്റ് പോവാം. അങ്ങനെ നമ്മള് ഫ്രീ ടൈമിലൊക്കെ നമ്മള് എന്താ അങ്ങനെ ഇരിക്കൂല. സുഹൃത്തുക്കള് കഴിഞ്ഞിട്ട്. അടുത്തത്, എനിക്ക് ഇഷ്ടപ്പെട്ട മൂവി മലയാളം ഫിലിം. എനിക്കറിയില്ല. അറിയില്ല? എന്റെ ഫേവറേറ്റ് നടൻ മമ്മൂട്ടിയല്ലേ. മമ്മൂട്ടിയുടെ കിങ് പ്രാവശ്യം കണ്ടിയാണ്. എനിക്ക് അങ്ങനത്തെ പടങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഫാമിലി മമ്മൂട്ടി അങ്ങനത്തെ കാണുന്നത് നമുക്കാ പറയാൻ കേട്ടോ. അക്ഷരങ്ങളൊക്കെ അടിച്ച പുസ്തകത്താളുകൾ നീ പഠിച്ച ഇന്ത്യ അല്ല, നൊമ്പരങ്ങളുടെ ഇന്ത്യ. അവിടെ വെറൈറ്റി ഡയലോഗ് ഉണ്ടായിരുന്നു. അതായിട്ട് ഡയലോഗാ. അക്ഷരങ്ങളൊക്കെ അടിച്ച പുസ്തകത്താളുകൾ നീ പഠിച്ച ഇന്ത്യ അല്ല, നൊമ്പരങ്ങളുടെ ഇന്ത്യ, പട്ടിണി പാവങ്ങളുടെ ഇന്ത്യ. ഉള്ളവരാണോ? ആണ്ടല്ലോ. പിന്നെ എനിക്ക് പിന്നെ അങ്ങനത്തെ ഇടിയും അങ്ങനെ അങ്ങനത്തെ ഒറ്റക്കുത്തൊന്നുമില്ല, ഡയലോഗ് മാത്രം. അതില് എന്താ ഓരോരുത്തരെ കൊല്ലണൊക്കെ അല്ലേ. അതിലെ മുടി ഇങ്ങനെ ഇതാക്കണ. പിന്നെ അടുത്ത ദിവസം ഇങ്ങോട്ടാക്കല്ലേ. ഒരു സിഗരറ്റും ഉണ്ട്. പിന്നെ കഴിഞ്ഞില്ലേ? നിർത്തല്ലേ? അപ്പം കൊറേ ക്വസ്റ്റ്യൻ എനിക്ക് ഇതിലുള്ളതൊക്കെ മൊബൈലിൽ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു. എന്റെ മനസ്സിൽ ഒരുപാട് കടയുന്നുണ്ടായി ബിരിയാണി. ഇതൊക്കെ മറന്നു പോയി വീട്ടില്. ഇപ്പൊ രാത്രി സമയം കുറയായി. 11 മണി കഴിഞ്ഞു, 12 ആയി. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ വേറെ ഒന്നായിട്ട് വരാം അല്ലേ? ഇനി നമ്മള് വേറെ ചലഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഗായ്സ്, ഇന്നത്തെ കൊച്ചു വ്ലോഗ് ഞങ്ങളിവിടെ അവസാനിക്കുകയാണ്. അപ്പൊ വീണ്ടും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.